എല്ലാവർക്കും അൻസു ടോക്കീസിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഹരികുമാർ ഗോവിന്ദൻ. അതായത് ചില സത്യങ്ങളുണ്ടല്ലോ, നമുക്ക് എത്രയൊക്കെ പരിശ്രമിച്ചാലും ചില സത്യങ്ങൾ നമുക്ക് ആരെയും ബോധ്യപ്പെടുത്താൻ പറ്റില്ല. സത്യത്തിന്റെ മുഖം എപ്പോഴും വികൃതമായിരിക്കും. ഒരു സത്യം ഞാൻ പറയാം. കള്ളം കാലിൽ ചെരുപ്പണിഞ്ഞ് ലോക പര്യടനം പൂർത്തിയാക്കി വരുമ്പോഴായിരിക്കും ചിലപ്പോൾ സത്യം നടത്താൻ ആരംഭിക്കുന്നത് പോലും. ആ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം എപ്പോഴും. ഞാനൊരു ചെറിയൊരു ഉദാഹരണം പറയാം. വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ സിനിമയാണ് നമ്മുടെ ചിത്രം, ഓർമ്മയാണ്. അതില് മോഹൻലാലും രഞ്ജിനിയും യഥാർത്ഥ ഭാര്യയും ഭർത്താവും അല്ല എന്ന സത്യം അവർ ലോകത്തോട് പറയാതെ ഒളിച്ചു വയ്ക്കാൻ കഴിവതും പരിശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം സത്യസന്ധമായും ഒരാൾക്കറിയാം. ആർക്കാണെന്നറിയാലോ? ശ്രീനിവാസൻ അറിയാം ഇവർ യഥാർത്ഥ ഭാര്യയും ഭർത്താവും അല്ല. അതിനുവേണ്ടി പുള്ളി എല്ലാ തെളിവുകളും സംഭരിക്കും. ഈ തെളിവുകളെല്ലാം പുള്ളി ലോകത്തിന് മുമ്പിൽ കാണിച്ചു കൊടുത്തിട്ട് അവർ യഥാർത്ഥ ഭാര്യ ഭർത്താവ് അല്ല, നിങ്ങൾ എന്നെ ഒന്ന് വിശ്വസിക്കുക, ഇത് തേങ്ങയല്ല, ഇത് മാങ്ങയല്ല, ഇത് ചക്കയല്ല, അവൻ അവളുടെ ഭർത്താവും അല്ല എന്നൊക്കെ പറഞ്ഞ് പുള്ളി അടിച്ചു പൊളിക്കുകയാണ്. പക്ഷെ എന്നിട്ടും ഒരിടത്ത് പോലും എന്ത് സംഭവിക്കുന്നില്ല? സത്യം പുറത്തു വരുന്നില്ല. അവരത്രയും സൂക്ഷിച്ചാണ് അത് കൈകാര്യം ചെയ്യുന്നത്. കാരണം യഥാർത്ഥ കള്ളൻ എപ്പോഴും നിൽക്കാൻ അറിയാം. അവൻ സ്വീറ്റായിട്ട് സംസാരിക്കും. അവന്റെ രൂപം, അവന്റെ ഭാവം, അവന്റെ ചലനങ്ങൾ, അവന് ചുറ്റിലും അവൻ ഒരുക്കി വെച്ചിരിക്കുന്ന കെണികൾ, അതെല്ലാം തന്നെ നമ്മളെ വിശ്വാസത്തിന്റെ പടുകുഴിയിൽ കൊണ്ട് ചാടിക്കുന്നതായിരിക്കും. പക്ഷെ ഈ ഒരു സത്യം അവർ മനസ്സിലാക്കത്തില്ല. എന്ത് മനസ്സിലാക്കത്തില്ല? ചതി മനസ്സിലാക്കത്തില്ല. അവന്റെ ലക്ഷ്യം മനസ്സിലാക്കില്ല. അവന്റെ കള്ളം, അവന്റെ ഉദ്ദേശം. യഥാർത്ഥ കള്ളൻ എപ്പോഴും ശരിക്കും പറയുകയാണെങ്കിൽ അതിസുന്ദരനും സുമുഖനും ആളുകളെ സംസാരിച്ച് വീഴ്ത്താൻ അതിഭയങ്കരമായ കഴിവുള്ളവനുമായിരിക്കും. വർഷങ്ങൾക്ക് മുമ്പാണ് ഇതുപോലെ വളരെ സുന്ദരനും സുമുഖനുമായ ഒരു വ്യക്തി എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ അമ്മ, എൻ്റെ അച്ഛൻ, എൻ്റെ ബാക്കി ബന്ധുക്കൾ എല്ലാവരെയും മുൻനിർത്തി ഒരു 50,000 രൂപ ക്ലീനായിട്ട് പറ്റിച്ചുകൊണ്ട് പോയി. ഇന്ന് വരെ അയാൾ എവിടെയാണെന്ന് അറിയില്ല. പക്ഷെ വളരെ സത്യസന്ധമായി പറയുകയാണെങ്കിൽ വർഷങ്ങൾക്ക് ശേഷം ഞാൻ അറിഞ്ഞു അവൻ ആ 50,000 രൂപ പറ്റിച്ചുകൊണ്ട് പോയവൻ പിന്നെ അനുഭവിക്കാനൊന്നും ബാക്കിയില്ല എന്ന്. ഞാൻ അറിഞ്ഞു അത് സത്യം. പക്ഷെ ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് ഉറക്കെ ഓർമ്മിപ്പിക്കുകയാണ്. വേറൊന്നുമല്ല, ഈ ശ്രീനിവാസന്റെ കഥാപാത്രം തന്നെ അതിനകത്ത് മൊത്തം പുള്ളി പറഞ്ഞ് നടക്കുകയാണ് ഇങ്ങനെ, അവൻ അവളുടെ ഭർത്താവല്ല, അവൾ അവന്റെ ഭാര്യയുമല്ല എന്ന് പറഞ്ഞ് പുള്ളി സ്ഥാപിക്കാൻ ആകുന്നത്ര ശ്രമിച്ചു. നടന്നോ? ഇല്ല. പക്ഷെ സത്യം അവസാനം പുറത്തു വന്നല്ലോ. അതുപോലെ തന്നെയാണ് നമുക്കൊരു കാര്യം കൂടി